In this video, we can discuss about the action of adrenergic drugs and the adverse effect and contraindications. Actions of adrenergic drugs. Heart. Adrenergic drugs increases the heart rate. Adrenergic drugs heart rate increase ചെയ്യുന്നു. എങ്ങനെ? By increasing the force of cardiac contraction and by increasing the conduction of velocity through AV node bundle of his atrial and ventricular fiber. Blood vessels. Both vasoconstriction and vasodilation occur. അഡ്രിനർജിക് ഡ്രഗ്സ് വാസോ കൺസ്ട്രക്ഷനും നടത്തും വാസോ ഡയലേഷനും നടത്തും. വാസോ കൺസ്ട്രക്ഷൻ നടത്തുന്നത് ആൽഫ അഡ്രിനോ റിസെപ്റ്റേഴ്സിന് മീഡിയേറ്റ് ചെയ്താണ്. വാസോ ഡയലേഷൻ ബീറ്റ 2 അഡ്രിനോ റിസെപ്റ്റേഴ്സിന് മീഡിയേറ്റ് ചെയ്താണ്. ജനറലി കൺസ്ട്രക്ഷൻ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് ക്യൂട്ടേനിയസ് മ്യൂക്കസ് മെംബ്രെയിനിലും റീനൽ ബെഡ്സിലുമാണ്. ഡയലേഷൻ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത് സ്കെൽറ്റൽ മസിൽ ആൻഡ് ലിവറിലാണ്. നെക്സ്റ്റ് ബ്ലഡ് പ്രഷർ. The effect of adrenergic drugs depends on amine, its dose and rate of administration. Adrenergic drugsന് ബ്ലഡ് പ്രഷറിലോട്ടുള്ള എഫക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രസൻസ് ഓഫ് അമൈൻ, പിന്നെ അതിൻ്റെ ഡോസ്, പിന്നെ റേറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഈ മൂന്ന് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമുക്കിവിടെ രണ്ട് എക്സാമ്പിൾ എടുക്കാം ഡ്രഗ്സ്. നോറഡ്രിനാലിനും അഡ്രിനാലിനും എടുക്കാം. നോറഡ്രിനാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് കോസസ് റൈസ് ഇൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ആൻഡ് മീൻ ബി പി. സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആൻഡ് മീൻ ബി പിയിൽ റൈസ് ഉണ്ടാക്കുന്നു നോറഡ്രിനാലിൻ. ഇവിടെ നോറഡ്രിനാലിൻ വാസോ ഡൈലേഷൻ ഉണ്ടാക്കുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കോസസ് വാസോ ഡൈലേഷൻ. കാരണം ബീറ്റ 2 ആക്ഷൻ നോറഡ്രിനാലിന് ഇല്ല. പെരിഫറൽ റെസിസ്റ്റൻസ് ഇൻക്രീസസ് കൺസിസ്റ്റൻ്റ്ലി. എന്നാൽ പെരിഫറൽ റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. കാരണം ഇവിടെ ആൽഫ ആക്ഷൻ നോറഡ്രിനാലിൻ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോറഡ്രിനാലിൻ കോസസ് റൈസ് ഇൻ സിസ്റ്റോളിക്, ഡയസ്റ്റോളിക് ആൻഡ് മീൻ ബി പി. അതാണ് ജനറലി നടക്കുന്നത്. നെക്സ്റ്റ് അഡ്രിനാലിൻ. അഡ്രിനാലിൻ്റെ രണ്ട് കേസ് പറയുന്നുണ്ട്. അഡ്രിനാലിൻ സ്ലോലി കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ അഡ്രിനാലിൻ റാപ്പിഡായിട്ട് IV ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോഴും എന്ത് സംഭവിക്കുന്നു? ഫസ്റ്റ്ലി നമുക്ക് അഡ്രിനാലിൻ സ്ലോ IV ഇൻഫ്യൂഷനായിട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ എന്താ നടക്കുന്നതെന്ന് നോക്കാം. ഇറ്റ് കോസസ് റൈസ് ഇൻ സിസ്റ്റോളിക് ബട്ട് ഫോൾ ഇൻ ഡയസ്റ്റോളിക് ബി പി. പെരിഫറൽ റെസിസ്റ്റൻസ് ഡിക്രീസസ്. മീൻ ബി പി ജനറലി റൈസസ്. പിന്നെ പൾസ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ സ്ലോലി അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ്ലി കൊടുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്നാണ് നമ്മളിപ്പോൾ നോക്കിയത്. സിസ്റ്റോളിക് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു, ഡയസ്റ്റോളിക് കുറയുന്നു, പെരിഫറൽ റെസിസ്റ്റൻസ് കുറയുന്നു, മീൻ ബി പി ജനറലി അങ്ങനെ റൈസ് ചെയ്യുന്നു, പൾസ് പ്രഷറും ഇൻക്രീസ് ചെയ്യുന്നു. If adrenaline is given by rapid IV injection, mechanism will be as follows. Adrenaline rapid IV injection ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മെക്കാനിസം എന്തായിരിക്കുമെന്നത് താഴെ പറയുന്നുണ്ട്. റാപ്പിഡ് അപ്ടേക്ക് ആൻഡ് ഡിസിപ്പേഷൻ. പെട്ടെന്ന് തന്നെ അപ്ടേക്ക് ചെയ്യുന്നു, അതുപോലെ അത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരുന്നു, ഡിസിപ്പേഷൻ ഒക്കെ ചെയ്യുന്നു. ദെൻ കോൺസെൻട്രേഷൻ അറൗണ്ട് ദ റിസെപ്റ്റർ റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ റിസെപ്റ്ററിന് ചുറ്റുമുള്ള കോൺസെൻട്രേഷൻ കുറയുന്നു. ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ ആൽഫ റിസെപ്റ്ററിൽ ആക്ട് ചെയ്യാൻ പറ്റാണ്ടാകും. എന്നാൽ ബീറ്റ 2 റിസെപ്റ്ററിൽ അതിൻ്റെ ആക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ പൊതുവേ നടക്കുന്നത് സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് ബി പി ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ദ ബി പി നോർമൽ ആകുന്നു ആൻഡ് എ സെക്കൻഡറി ഫോൾ ഇൻ മീൻ ബി പി ഒക്കെ. ഇതാണ് അഡ്രിനാലിൻ റാപ്പിഡ് IV ഇഞ്ചക്ഷനായിട്ട് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റെസ്പിറേഷൻ. അഡ്രിനാലിൻ, ഐസോപ്രിനാലിൻ പോലുള്ള അഡ്രിനർജിക് ഡ്രഗ്സ് പൊട്ടൻ ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഐയിൽ അഡ്രിനർജിക് ഡ്രഗ്സ് മിഡ്രിയാറ്റിക് എഫക്റ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ ദ കോൺട്രാക്ഷൻ ഓഫ് റേഡിയൽ മസിൽസ് ഓഫ് ഐറിസ്. ആൽഫ 1 റിസെപ്റ്ററിന് മീഡിയേറ്റ് ചെയ്തിട്ടാണ് ഈ ആക്ഷൻ നടത്തുന്നത്. ഇൻ യൂറിനറി ബ്ലാഡർ, adrenergic drugs relaxes the detrusor muscle and constrict the trigon. ഡിട്രസർ മസിലിനെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ട്രൈഗോണിനെ കൺസ്ട്രക്റ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ആക്ഷൻ കാരണവും മിക്ചറേഷൻ ടിൻഡർ ചെയ്യപ്പെടുന്നു. യൂട്രസ്. അഡ്രിനാലിൻ ക്യാൻ ബോത്ത് കോൺട്രാക്ട് ആൻഡ് റിലാക്സ് യൂട്രൈൻ മസിൽ റെസ്പെക്റ്റീവ്ലി ത്രൂ ആൽഫ ആൻഡ് ബീറ്റ റിസെപ്റ്റേഴ്സ്. ആൽഫ ബീറ്റ റിസെപ്റ്റേഴ്സ് മീഡിയേറ്റ് ചെയ്തുകൊണ്ട് അഡ്രിനാലിൻ യൂട്രൈൻ മസിൽസിനെ കോൺട്രാക്റ്റും അതുപോലെ തന്നെ റിലാക്സും ചെയ്യാറുണ്ട്. Human uterine is relaxed by adrenaline at the time of pregnancy. Skeletal muscle. Adrenergic drugs ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷനെ ഫാസിലിറ്റേറ്റ് ചെയ്യുന്നു. CNS. Adrenaline does not produce marked CNS effect because of the poor penetration in brain.
അഡ്രിനാലിൻ പോലുള്ള ഡ്രഗ്സിന് പുവർ പെനിട്രേഷൻ ആയിരിക്കും ബ്രെയിനിൽ, അതുകൊണ്ട് തന്നെ വലിയ മാർക്ക്ഡ് എഫക്ട്സ് ഒന്നും ഇല്ല. പൊതുവെ കാണപ്പെടുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് BP ഫോൾ ചെയ്യിപ്പിക്കുക, അതുപോലെ ബ്രാഡികാർഡിയ. ഈ രണ്ട് എഫക്ട്സ് മാത്രമേ CNSൽ അഡ്രിനാലിൻ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. Next we can discuss about the adverse effect and contraindications. First point, അഡ്രിനാലിൻ സബ്ക്യൂട്ടേനിയസ്ലിയോ അല്ലെങ്കിൽ ഇൻട്രാമസ്കുലർലിയോ കൊടുത്തു കഴിയുമ്പോൾ ട്രാൻസിയൻറ്റ് റെസ്റ്റ്ലെസ്നെസ്, ഹെഡേക്ക്, പാൽപിറ്റേഷൻ, ആങ്സൈറ്റി, ട്രെമർ ആൻഡ് പാലർ may occur. Second point, large dose of adrenaline may cause marked rise in BP. അതെന്തിനൊക്കെ കാരണമാകുന്നു? സെറിബ്രൽ ഹെമറേജ്, വെൻട്രിക്കുലർ ടർക്കിക്കാർഡിയ ഓർ ഫൈബ്രിലേഷൻ, ആൻജൈന ആൻഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. തേർഡ് പോയിന്റ്, അഡ്രിനാലിൻ ഹൈപ്പർടെൻസീവ് ഹൈപ്പർതൈറോയിഡ് ആൻജീന പേഷ്യൻസിന് കോൺട്രാഇൻഡിക്കേറ്റഡ് ആയിരിക്കും. ഫോർത്ത് പോയിന്റ്, adrenaline should not be given during anesthesia with halothane and to patients receiving beta blockers. അനസ്തീഷ്യ ടൈമിൽ അഡ്രിനാലിൻ ഹാലോത്തേൻ്റെ കൂടെ കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് റിസീവ് ചെയ്യുന്ന പേഷ്യൻസിനും അഡ്രിനാലിൻ കൊടുക്കാൻ പാടില്ല. ഇതോടുകൂടി അഡ്വേഴ്സ് എഫക്ട്സും കോൺട്രാഇൻഡിക്കേഷൻസും കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.